Today, our topic is about the effect of suction pressure and discharge pressure. First of all, the effect of suction pressure. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക സക്ഷൻ പ്രഷറും ഡിസ്ചാർജ് പ്രഷറും എങ്ങനെ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സക്ഷൻ പ്രഷർ നോക്കാം. നമ്മുടെ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് 1, 2, 3, 4 എന്ന് പറയുന്നത്. അതിൽ പ്രോസസ് 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ, 2 to 3 കണ്ടൻസേഷൻ, 3 to 4 എക്സ്പാൻഷൻ ആൻഡ് 4 to 1 എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ ഇവാപ്പറേറ്ററിലെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. PS എന്ന് പറയുന്ന പ്രഷറിൽ നിന്ന് PS' എന്ന് പറയുന്ന പ്രഷറിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സ് 4' 1' ആയി. അതുപോലെ 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സ് 1' 2' ആയി. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഈ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സ്, അതായത് 4 to 1ഉം 4' 1' തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഇവാപ്പറേറ്ററിലെ പ്രഷർ കുറഞ്ഞത് മൂലം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, അതായത് H1' മൈനസ് H4' എന്ന് പറയുന്നത് ചെറുതാണ് ആസ് കമ്പയർ ടു H1 മൈനസ് H4. അപ്പോൾ സക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു. അതുപോലെ തന്നെ കംപ്രഷൻ പ്രോസസ്സ് 1 to 2 ആയിരുന്നു. പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ അത് 1' 2' ആയി. അപ്പോൾ H2' മൈനസ് H1' എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ H2 മൈനസ് H1 ആയി. സോ ദ എൻഡ് റിസൾട്ട് വിൽ ബി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. സോ നെറ്റ് എഫക്റ്റ് COP എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. സോ സക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ COP ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഡിക്രീസ് ഇൻ സക്ഷൻ പ്രഷർ റിസൾട്ട്സ് ഡിക്രീസ് ഇൻ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അത് നമ്മൾ കണ്ടു. H1 മൈനസ് H4ഉം H1' മൈനസ് H4' തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ H1' മൈനസ് H4' സ്മോൾ ആണ്. അപ്പോൾ അതുകൊണ്ട് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ഇൻക്രീസ് ദ വർക്ക് റിക്വയർഡ് ഫോർ കംപ്രഷൻ പ്രോസസ്സ്. 1 to 2 കമ്പയർ ചെയ്യുമ്പോൾ 1' to 2' എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് ആസ് കമ്പയർ ടു 1 to 2. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് റിക്വയർമെൻറ്റ് കൂടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഇഫക്റ്റ് എന്ന രീതിയിൽ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ടാണ്. അപ്പോൾ COP കുറയുന്നു. സോ ഇവാപ്പറേറ്റർ പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ COP ഡിക്രീസ് ചെയ്യുന്നു. അത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിക്രീസ് ചെയ്യുന്നു, വർക്ക് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, നെറ്റ് എഫക്റ്റായിട്ട് COP എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സക്ഷൻ പ്രഷർ കുറയുന്നത് മൂലം COP കുറയുന്നു. Decrease in suction pressure decreases the COP of the refrigerating system. With the decrease in suction pressure, the refrigerating capacity of the system decreases and the refrigeration cost increases. അപ്പോൾ സക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്തത് മൂലം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറയുന്നു, അതോടൊപ്പം തന്നെ വർക്ക് കൺസംഷൻ കൂടുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് എഫക്റ്റ് ഓഫ് ഡിസ്ചാർജ് പ്രഷർ. നമുക്ക് ഡയഗ്രം നോക്കാം. 1, 2, 3, 4, 1 എന്ന് പറയുന്നതാണ് നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഇനി നമ്മൾ കണ്ടൻസർ പ്രഷർ എന്ന് പറയുന്നത് PD ആണ്. ആ പ്രഷറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് P' മാറി. P' മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായിരുന്ന കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ആയിരുന്നു. ഡെലിവറി പ്രഷർ കൂടിയപ്പോൾ അത് 1 to 2' ആയി മാറി. അപ്പോൾ വർക്ക് ഇൻപുട്ട് കൂടി. ഇനി അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 4 to 1 എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ അത് 4' to 1 മാറി. മീൻസ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു. സോ കണ്ടൻസർ പ്രഷർ അല്ലെങ്കിൽ ഡെലിവറി പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ വർക്ക് ഇൻപുട്ട് കൂടി,
റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ COP യും ഡിക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് പ്രഷർ റിസൾട്ട്സ് ഡിക്രീസ് ഇൻ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ വർക്ക് റിക്വയർമെൻറ്റ് ഫോർ കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും കുറയുന്നു, വർക്ക് ഇൻപുട്ടും കൂടുന്നു, COP യും കുറയുന്നു. അപ്പോൾ സക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെലിവറി പ്രഷർ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത് മൂലം സിസ്റ്റത്തിൻ്റെ വർക്ക് ഇൻപുട്ട് കൂടുകയും റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറയുകയും COP കുറയുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് പ്രഷർ ഡിക്രീസസ് ദ COP ഓഫ് ദ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. വിത്ത് ദ ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് പ്രഷർ ദ റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ട് പ്രഷറുകളുടെയും ഇമ്പോർട്ടൻസ്. അതുമൂലം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിലും വർക്ക് ഇൻപുട്ടിലും അതുപോലെ COP യിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് ദ ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിളായിരുന്നു. എന്നാൽ ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസപ്പെട്ട ഒരു സൈക്കിളാണ്. ഈ കാണുന്നതാണ് ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ. അതിൽ 1 to 3 എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സ്. ദെൻ 3 to 8 എന്ന് പറയുന്ന പ്രോസസ്സാണ് കംപ്രസറിൽ നടക്കുന്ന പ്രോസസ്സ്. ദെൻ 8 to 10 എന്ന് പറയുന്നതാണ് 8 to 11 എന്ന് പറയുന്ന പ്രോസസ്സാണ് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ്. ദെൻ 11 to 1 എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിളുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം എന്ന് പറയുമ്പോൾ വ്യത്യാസമുള്ളതാണ്. ഇനി ഈ ഓരോ പ്രോസസ്സുകളും എന്താണ്, എന്തുകൊണ്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The main deviations between the theoretical cycle and the actual cycle. തിയററ്റിക്കൽ സൈക്കിളും ആക്ച്വൽ സൈക്കിളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ടുണ്ടാകുന്ന ഡീവിയേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ദ വേപ്പർ റെഫ്രിജറൻറ്റ് ലീവിങ് ദ ഇവാപ്പറേറ്റർ ഈസ് ഇൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ്. അതായത് ആക്ച്വൽ കേസിൽ എപ്പോഴും ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലുള്ള വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, ദ കംപ്രഷൻ ഓഫ് റെഫ്രിജറൻറ്റ് ഈസ് നൈദർ ഐസെൻട്രോപ്പിക് നോർ പോളിട്രോപ്പിക്. അപ്പോൾ കംപ്രസറിൽ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ ഇതുവരെയും ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞായിരുന്നു എടുത്തത്, കാരണം അത് തിയററ്റിക്കൽ ആയതുകൊണ്ട്. ആക്ച്വൽ കേസിൽ അത് ഐസെൻട്രോപ്പിക്കുമല്ല പോളിട്രോപ്പിക്കുമല്ല. ആൻഡ് തേർഡ് പോയിന്റ്, ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ബിഫോർ എൻറ്ററിങ് ദ എക്സ്പാൻഷൻ വാൽവ് ഈസ് സബ്കൂൾഡ് ഇൻ ദ കണ്ടൻസർ. ഇപ്പോൾ എക്സ്പാൻഷൻ വാൽവിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കണ്ടൻസറിൻ്റെ എക്സിറ്റിൽ വരുന്ന ലിക്വിഡ് എപ്പോഴും സബ്കൂൾഡ് ആയിരിക്കും മിക്കവാറും കേസിൽ. ദെൻ ലാസ്റ്റ് വൺ, ദ പ്രഷർ ഡ്രോപ്പ് ഇൻ ദി ഇവാപ്പറേറ്റർ ആൻഡ് കണ്ടൻസർ. കണ്ടൻസറിലെ എല്ലാ പ്രോസസ്സും ഐസോബാറിക് അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിലെ പ്രോസസ്സും ഐസോബാറിക് എന്നാണ് പറയുന്നത് നമ്മൾ. കാരണം അതനുസരിച്ച് നമുക്ക് രണ്ട് പ്രഷറേ ഉള്ളൂ, കണ്ടൻസർ പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും. ബട്ട് ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്, കണ്ടൻസറിലും ഇവാപ്പറേറ്ററിലും ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. സോ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നത്. നമുക്കിനി 1 by 1 ആയിട്ട് ഓരോ പ്രോസസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ, പ്രോസസ് 1 to 3. ഈ കാണുന്ന രീതിയിൽ പ്രോസസ് 1 to 3 എന്ന് പറയുന്ന ഇതാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ പ്രോസസ് 1 to 3 എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതായത് വെറ്റ് വേപ്പർ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആവുന്നു. ദെൻ ലാസ്റ്റ് അത് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് വരുമ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകുന്നു. 3 എന്ന് പറയുന്ന അവിടെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആവും ഉണ്ടാവുക. അറ്റ് പോയിന്റ് 1, ദ എൻട്രി ഓഫ് ദ റെഫ്രിജറൻറ്റ് ഇൻ ടു ദ ഇവാപ്പറേറ്റർ, അത് വെറ്റ് വേപ്പർ ആയിട്ടാണ്. അറ്റ് പോയിന്റ് 3, ദ എക്സിറ്റ് ഓഫ് റെഫ്രിജറൻറ്റ് ഫ്രം ഇവാപ്പറേറ്റർ ഇൻ എ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ്. അതായത് പോയിന്റ് 1 വെറ്റ് വേപ്പറാണ് എൻട്രി ചെയ്യുന്നത്, പോയിന്റ് 3 അതായത് പോയിന്റ് 3 എന്ന് പറയുന്നതാണ് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ്, അവിടെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പറാവും ഉണ്ടാവുക. ഇനി ഓൾസോ ദ എൻട്രി ഓഫ് ദ റെഫ്രിജറൻറ്റ് ഇൻ ദ കംപ്രസർ.
അപ്പോൾ ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ ആയിരിക്കും കണ്ടൻസറിലേക്ക് എപ്പോഴും എൻ്റർ ചെയ്യുക. ഓൾസോ റെപ്രസെൻറ്റ്സ് ദ എൻട്രി ഓഫ് റെഫ്രിജറൻറ്റ് ഇൻ ദ കണ്ടൻസർ. ഓക്കെ, അപ്പോൾ 3 ആണ് കംപ്രസറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സൂപ്പർ ഹീറ്റിംഗ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ 0.3 എന്ന് പറയുന്ന അവിടെ വേപ്പർ സൂപ്പർ ഹീറ്റ് ആയത്, അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റെഫ്രിജറൻറ്റ് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ ഉള്ള കാരണങ്ങൾ. ഫസ്റ്റ് വൺ, ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് എക്സ്പാൻഷൻ വാൽവ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മോഡ്യൂളിലൊക്കെ പഠിക്കും. എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്. നമ്മൾ സാധാരണ റെഫ്രിജറൻറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ വാൽവ് തന്നെയാണ്. അപ്പോൾ ആ എക്സ്പാൻഷൻ വാൽവിൻ്റെ സെറ്റിങ്സ് മൂലം നമുക്ക് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എപ്പോഴും സൂപ്പർ ഹീറ്റഡ് വേപ്പർ വരുത്തുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. സെക്കൻഡ് വൺ, പിക്കിംഗ് അപ്പ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദ ഇവാപ്പറേറ്റർ. അടുത്തൊരു കാരണം, ഇവാപ്പറേറ്ററിൽ നിന്ന് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഇവാപ്പറേറ്ററിൻ്റെ ഡിസൈൻ മൂലം ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് മൂലം ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് വരാം റെഫ്രിജറൻറ്റ്. ദെൻ പിക്കിംഗ് അപ്പ് ഓഫ് ഹീറ്റ് ഫ്രം ദ സക്ഷൻ പൈപ്പ്, ദാറ്റ് ഈസ് ദ പൈപ്പ് കണക്റ്റിംഗ് ദ ഇവാപ്പറേറ്റർ ഡെലിവറി ആൻഡ് ദ കംപ്രസർ സക്ഷൻ വാൽവ്. അപ്പോൾ ഇവാപ്പറേറ്ററും കംപ്രസറും തമ്മിൽ കണക്ട് ചെയ്യുന്ന, കംപ്രസറിൻ്റെ ഇൻലെറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന സക്ഷൻ വാൽവ് ഉണ്ടാവും. അപ്പോൾ ആ സക്ഷൻ പൈപ്പിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് മൂലം സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിയെന്ന് വരാം. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറാം. ഇനി അടുത്ത പ്രോസസ്സാണ് പ്രോസസ്സ് 3 to 8. അതായത് ഇതാണ് പ്രോസസ്സ് 3. ആ 3 തൊട്ട് 8 വരെയുള്ള പ്രോസസ്സ്. ഈ പ്രോസസ്സ് കംപ്രസറിൽ നടക്കുന്ന പ്രോസസ്സാണ്. ദ പ്രോസസ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് ത്രൂ ദ കംപ്രസർ. അപ്പോൾ 3 to 8 എന്ന് പറയുന്നത് കംപ്രസറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതിലാദ്യം പ്രോസസ് 3 to 4 നോക്കാം. പ്രോസസ് 3 to 4. When the refrigerant enters the compressor through the suction valve at 0.3, pressure falls to 0.4 due to frictional resistance to flow. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് ആണ്, അതുപോലെ തന്നെ കംപ്രസറിൻ്റെ ഇൻലെറ്റുമാണ്. അപ്പോൾ കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് മൂലം ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷർ ഡ്രോപ്പാണ് നമ്മൾ 3 to 4 റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ്, ആ പ്രഷർ ഡ്രോപ്പ് മൂലം ഇവാപ്പറേറ്റർ പ്രഷറിൽ നിന്ന് എന്താണോ ഇവാപ്പറേറ്റർ പ്രഷർ, ആ പ്രഷറിൽ നിന്ന് താഴെ പോകുന്നു കംപ്രസറിലേക്ക് കയറുമ്പോഴുള്ള റെഫ്രിജറൻ്റെ പ്രഷർ. ഓക്കെ, അതാണ് പ്രോസസ് 3 to 4. ദെൻ പ്രോസസ് 4 to 5. പ്രോസസ് 4 to 5 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഡ്യൂറിങ് സക്ഷൻ and prior to compression, the temperature of the cold refrigerant vapor rises to 0.5 when it comes in contact with the compressor cylinder walls. അതായത് കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, എന്നാൽ കംപ്രസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ സക്ഷൻ നടക്കുന്ന സമയത്ത് കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്രസർ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ സിലിണ്ടർ വാൾസ് എല്ലാം ഹീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന വേപ്പർ സൂപ്പർ ഹീറ്റഡ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പർ ഈ കംപ്രസറിൻ്റെ സിലിണ്ടർ വാൾ, ആ സിലിണ്ടർ വാൾസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആകുന്നു. അതുകൊണ്ടാണ് 4 to 5 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ റൈസ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 to 5 കംപ്രസറിലേക്ക് കയറുന്ന റെഫ്രിജറൻറ്റ് കംപ്രസറിൻ്റെ സിലിണ്ടർ വാൾസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിന് ടെമ്പറേച്ചർ 4 നിന്ന് 5 റൈസ് ആകുന്നു. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കും 4 to 5 നടക്കുക. ദെൻ പ്രോസസ് 5 to 6. ദെൻ പ്രോസസ് 5 to 6 കംപ്രഷൻ പ്രോസസ്. 5 to 6 എന്ന് പറയുന്നതാണ് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്. ദ കംപ്രഷൻ പ്രോസസ് ഈസ് നൈദർ ഐസെൻട്രോപ്പിക് നോർ പോളിട്രോപ്പിക്. അപ്പോൾ ഇവിടെ റെഫ്രിജറൻ്റ് വേപ്പറിനെ ഈ സിലിണ്ടർ
അല്ലെങ്കിൽ ഈ കംപ്രസർ കംപ്രസ് ചെയ്ത് 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് 6 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഈ 5 to 6 പ്രോസസ്സ് എന്ന് പറയുന്നത് നൈത് ഐസോട്രോപ്പിക്കും അല്ല പോളിട്രോപ്പിക്കും അല്ല. അതിന് കാരണം ദർ ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിലിണ്ടർ വാൾസ് ആൻഡ് ദ വേപ്പർ റെഫ്രിജറൻറ്റ്. അപ്പോൾ സിലിണ്ടർ ഹോട്ടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സിലിണ്ടറിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ റെഫ്രിജറൻറ്റിലേക്കും റെഫ്രിജറൻറ്റിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ സിലിണ്ടർ വാൾസിലേക്കും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസോട്രോപ്പിക് പ്രോസസ്സ് അല്ലെങ്കിൽ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയാൻ സാധിക്കില്ല. ദെൻ പ്രോസസ്സ് 6 to 7 നമുക്ക് നോക്കാം. പ്രോസസ്സ് 6 to 7. അപ്പോൾ കംപ്രഷൻ കഴിയുമ്പം റെഫ്രിജറൻറ്റ് വേപ്പറിന് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന റെഫ്രിജറൻറ്റ് വേപ്പറിൻ്റെ ഹീറ്റ് സിലിണ്ടർ വാൾസ്, ഈ കംപ്രസറിൻ്റെ സിലിണ്ടർ വാൾസ് അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് മൂലം റെഫ്രിജറൻറ്റ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതാണ് പോയിൻറ്റ് 6 to 7. അതായത് കംപ്രസ് ചെയ്ത വേപ്പർ റെഫ്രിജറൻറ്റ് അത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ആ കംപ്രസ് ചെയ്ത വേപ്പർ റെഫ്രിജറൻറ്റ് ഹീറ്റ് ഈ കംപ്രസറിൻ്റെ സിലിണ്ടർ വാൾസ് അബ്സോർബ് ചെയ്യുന്നത് മൂലം വേപ്പർ റെഫ്രിജറൻറ്റ് ടെമ്പറേച്ചർ കുറയും. അതാണ് 6 to 7 എന്ന് പറയുന്നത്. ഈ 6 to 7 പ്രോസസ്സും കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. The temperature of the hot refrigerant vapor decreases to 0.7 when it comes in contact with the compressor cylinder walls. Okay. The heat absorbed by the vapor refrigerant from the cylinder walls during the first part of the compression stroke is equal to the heat rejected by the vapor refrigerant to the cylinder walls. അതായത് 4 to 5 സിലിണ്ടർ വാൾസിൽ നിന്ന് തണുത്ത വേപ്പർ റെഫ്രിജറൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തു. ഈ അബ്സോർബ് ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് ഹീറ്റ് സിലിണ്ടർ വാൾസ് അബ്സോർബ് ചെയ്യുന്നുണ്ട് 6 to 7. അപ്പോൾ ആ എമൗണ്ട് ഹീറ്റും ഈക്വലാണ്. ദെൻ പ്രോസസ് 7 to 8. അപ്പോൾ പ്രോസസ് 7 to 8 നമുക്ക് നോക്കാം. ഡ്യൂ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ ദെയർ ഈസ് എ പ്രഷർ ഡ്രോപ്പ് ഫ്രം 7 to 8. അതായത് ഇവിടെ ഒരു 3 to 4 പ്രഷർ ഡ്രോപ്പ് ഉണ്ടായി. അതിന് കാരണം ഈ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിൽ നിന്ന് കംപ്രസറിലേക്ക് അതിൻ്റെ സെക്ഷൻ പൈപ്പ് ഇവിടെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലമായിരുന്നു അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെയും 7 to 8 ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം എന്താണ്? There is a pressure drop from 7 to 8 due to frictional resistance. Again കംപ്രസറിൽ നിന്ന് കണ്ടൻസറിലേക്ക് പോകുന്ന ആ ഡിസ്ചാർജ് പൈപ്പിലുണ്ടാകുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലം ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷർ ഡ്രോപ്പാണ് 7 to 8 കാണിക്കുക. അപ്പോൾ ഈ 7ലെ പ്രഷർ, ഈ കംപ്രസർ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആണ് ആസ് കമ്പയർഡ് ടു കണ്ടൻസറിലെ പ്രഷർ. അതുപോലെ തന്നെ കംപ്രസറിൻ്റെ സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് PS. അത് സ്മോളറാണ് അല്ലെങ്കിൽ ചെറുതാണ് ആസ് കമ്പയർഡ് ടു ഇവാപ്പറേറ്ററിലെ പ്രഷർ. ഓക്കെ, അതാണ് പ്രോസസ് 7 to 8. അതുകൊണ്ടാണ് ആക്ച്വൽ ഡിസ്ചാർജ് പ്രഷർ ഈസ് മോർ ദാൻ ദ കണ്ടൻസർ പ്രഷർ എന്ന് പറയുക. ദെൻ പ്രോസസ് 8 to 11. പ്രോസസ് 8 to 11 ഇത് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ദിസ് പ്രോസസ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് ത്രൂ ദ കണ്ടൻസർ. അതിലാദ്യം നമുക്ക് 8 to 9 നോക്കാം. 8 to 9 എന്ത് സംഭവിക്കുന്നു? ഈ ഹൈ ടെമ്പറേച്ചറുള്ള സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻറ്റ് വേപ്പറിനെ സാറ്റുറേറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ദെൻ അഗെയിൻ ലേറ്റൻ്റ് ഹീറ്റ് റിമൂവ് ചെയ്ത് അതിനെ സാറ്റുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കി മാറ്റുന്നു. എഗെയിൻ ഹീറ്റ് റിമൂവ് ചെയ്ത് അതിനെ സബ് കൂൾഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കി മാറ്റുന്നു. അതാണ് കണ്ടൻസർ ചെയ്യുക. സോ പ്രോസസ് 8 to 9 കൂളിംഗ് ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് ടു ദ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ്. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് വരുന്നു. ദെൻ പ്രോസസ് 9 to 10. അവിടെ ഇത് സംഭവിക്കുന്നു. ദ റിമൂവൽ ഓഫ് ലേറ്റൻറ്റ് ഹീറ്റ് വിച്ച് ചേഞ്ചസ് ദ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ഇൻ ടു ലിക്വിഡ് റെഫ്രിജറൻറ്റ്. സോ വേപ്പർ ടു
ലിക്വിഡ് ഫേസ് ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടക്കുക. ദെൻ പ്രോസസ് 10 to 11 അവിടെ എന്ത് സംഭവിക്കുന്നു? ദ സബ് കൂളിംഗ് ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇൻ ദ കണ്ടൻസർ ബിഫോർ പാസിംഗ് ത്രൂ ദ എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവിലേക്ക് കയറുന്നതിന് മുമ്പ് സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഒന്നും കൂടെ കൂൾ ചെയ്യുന്നു, സബ് കൂൾഡ് റീജിയനിലേക്ക് പോകുന്നു. അതാണ് 10 to 11. ദെൻ ലാസ്റ്റ് പ്രോസസ്സ്, ദെൻ 11 to 1 എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. 11 to 1 എന്ന് പറയുന്നത് ദ എക്സ്പാൻഷൻ ഓഫ് സബ് കൂൾഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ എക്സ്പാൻഷൻ വാൾവ് ഫ്രം കണ്ടൻസർ പ്രഷർ ടു ഇവാപ്പറേറ്റർ പ്രഷർ. അപ്പം കണ്ടൻസർ പ്രഷറിൽ നിന്ന് ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് എത്തിക്കുന്ന ആൾ ഈ എക്സ്പാൻഷൻ വാൽവാണ്. ദെൻ അഗെയിൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ആക്ച്വൽ സൈക്കിൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.